ഇത്രയും വലിയൊരു ടെക്നോളജിക്കൽ ഇൻവെൻഷൻ നടന്നിട്ട് ഒരാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും മോശമാണ്. എനിക്കറിയില്ല വൈ നോ വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ദിസ് എന്ന്. ഗൂഗിളുകാർ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. വില്ലോ എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ഒരു പവർ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഉണ്ടല്ലോ, അതായത് 10 സെപ്റ്റില്യൺ ഇയേഴ്സ് 10⁻25 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അത്ര വർഷം എടുക്കുന്ന കമ്പ്യൂട്ടിംഗ് ഒക്കെ ഈ ഒരു സംഭവം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. 10 സെപ്റ്റില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രായമാണ് ആക്ച്വലി. അത്രയും വർഷം എടുക്കുന്നതൊക്കെ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ക്വാണ്ടം ചിപ്പിന്റെ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക്. അപ്പൊ ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റ്ലെസ് ആണ്. എന്തൊക്കെ നമുക്ക് സോൾവ് ചെയ്യാന്നറിയോ? കുറെ കോൺസ്പിറസീസ് ഒക്കെ വരുന്നത് ഈ പാരലൽ വേൾഡും മൾട്ടിവേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടിംഗ് ചിപ്പ് വെച്ചിട്ട് ഇവർ കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കോൺസ്പിറസീസ് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൂഗിളിന് ഒരു മോണോപ്പൊളിയാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അതായത് ഇവരിനെ ഇതിലൊന്നും കോമ്പീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഇവർക്ക് തോന്നിയത് ചെയ്യാം. ഇതൊരു പ്രൈവറ്റ് കമ്പനി അല്ലേ, ഇവർക്ക് നല്ലത് വേണമെങ്കിൽ നല്ലത് ചെയ്യാം, ചീത്ത വേണമെങ്കിൽ ചീത്ത ചെയ്യാം. ഇതിനൊരു വെപ്പണാക്കി മാറ്റണമെങ്കിൽ അവർക്ക് വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൂടെ വന്നാണ്ടല്ലോ, AGIന്റെ ഒക്കെ ലിമിറ്റ് എന്ന് പറയുന്നത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇതിന്റെ പറയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർ അതും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കോ. സംഭവം ഈസി ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഈ AI വില്ലനായിട്ട് വരുന്ന സിനിമകളിലൊക്കെ ആദ്യം ഒരു സംഭവം കാണിക്കില്ലേ, ഒരാളൊരു സംഭവം കണ്ടുപിടിച്ചു, ഇനി ഇത് ആണ് ഈ ലോകത്തിനൊക്കെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ സംഭവമാണ് ഇപ്പൊ ഗൂഗിളുകാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ.